അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങളുടെ തീച്ചൂളയിൽ ഒരു വശത്ത് ഇറാന്റെ ഉരുക്കുകോട്ട, മറുവശത്ത് ആഗോള എണ്ണപ്പാതകൾ അടച്ചുപൂട്ടി ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ ടെഹ്റാന്റെ പ്രതിരോധം. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് വീണ്ടും മരണത്തിന്റെ മണി മുഴങ്ങുകയാണ്. സൈനിക ഏറ്റുമുട്ടലുകളുടെയും അതീവ രഹസ്യ നീക്കങ്ങളുടെയും ഹോർമുസ് കടലിടുക്കിലെ തീക്കാറ്റിന്റെയും പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ വലിയൊരു മഹാവിനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ഇതിനിടയിലാണ് ബാഹ്യ ഭീഷണികൾക്കെതിരെ ഇറാൻ ശക്തമായ പ്രതിരോധ കവചം നിർമ്മിച്ചിട്ടുണ്ടെന്ന് IRGC മേധാവി അഹമ്മദ് വാഹിദി പ്രഖ്യാപിച്ചത്. ദേശീയ പ്രതിരോധ വ്യവസായ ദിനത്തോടനുബന്ധിച്ച് ഇറാൻ പ്രതിരോധ മന്ത്രാലയ മേധാവിക്ക് അയച്ച സന്ദേശത്തിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ നിലവിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് പരമ്പരാഗത യുദ്ധത്തിന്റെ മാത്രം ഭീഷണിയല്ലെന്നും സംയോജിതവും സൈനികമായ പുതിയ തരത്തിലുള്ള ആക്രമണങ്ങളാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദീർഘകാലമായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ പ്രതിരോധ വ്യവസായം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും ആക്രമണശേഷിയും ഒരുപോലെ വികസിപ്പിച്ചെടുത്തുവെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇതിനു പുറമെ ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ സെയ്ദ് മജീദ് ഇബ്നു റസ നടത്തിയ പ്രസ്താവനകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. മുൻകാലങ്ങളിൽ സംഘർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അടുത്തിടെയുണ്ടായ സൈനിക നീക്കങ്ങളിൽ ഇറാൻ കൂടുതൽ ശക്തമായ തയ്യാറെടുപ്പോടെയാണ് യുദ്ധരംഗത്ത് പ്രവേശിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സാങ്കേതികവും തന്ത്രപരവുമായ മേഖലകളിൽ ഇറാന്റെ കഴിവുകൾ വൻതോതിൽ പുരോഗമിച്ചിട്ടുണ്ട്. ശത്രു സൈനിക താവളങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നുകയറാനും അവരുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തിരിച്ചടി നൽകാനും ഇറാനിയൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ശത്രുവിൻ്റെ ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അവയുടെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിലും ഇറാൻ വലിയ മുന്നേറ്റം കൈവരിച്ചു. അതേസമയം ഈ പ്രസ്താവനകൾ ഇറാൻ അധികൃതരുടെ ഔദ്യോഗിക അവകാശവാദങ്ങളാണെന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. യുദ്ധഭൂമിയിലെ യഥാർത്ഥ സൈനിക നഷ്ടങ്ങളും ശേഷികളും സംബന്ധിച്ച് സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പലപ്പോഴും വളരെ പരിമിതമാണ്. ഇതിനിടയിൽ തുടർച്ചയായ യുദ്ധങ്ങളും കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം ഭരണാധികാരികൾ തുറന്നു സമ്മതിക്കുന്നു. സമൂഹത്തിൽ അതൃപ്തിയോ പരാതികളോ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഭരണ സംവിധാനം ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണെന്ന വിലയിരുത്തലുകളും ഇതിനിടയിൽ ഉയർന്നു വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം ഇപ്പോൾ വെറുമൊരു സൈനിക പ്രശ്നം മാത്രമായി ചുരുങ്ങുന്നില്ല. ഒരു വശത്ത് ഇറാൻ സ്വന്തം പ്രതിരോധ ശേഷിയും സൈനിക സാങ്കേതിക വിദ്യയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ ഹോർമുസ് കടലിടുക്ക്, ആഗോള എണ്ണ വിപണി, ആണവ പദ്ധതി, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവയെല്ലാം ഈ വലിയ സംഘർഷത്തിൻ്റെ നിർണായക ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും ഇപ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്ന സൂചനകളുമുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വിനാശകരമായൊരു മഹായുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയായാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: അമേരിക്കയും ഇറാനും വീണ്ടും നേരിട്ടുള്ള വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ, അതോ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു പുതിയ ധാരണയിലേക്ക് എത്തുമോ എന്നത്.